എല്ലാവർക്കും ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ട്രക്കിംഗ് തുടങ്ങിയിട്ട് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്, ഡേ 3. അപ്പോൾ ഡേ 3ലെ കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാംചെ ബസാറിൽ വന്ന് സ്റ്റേ ചെയ്യുന്നു. അതായത് ഇന്നലെ നാംചെ ബസാറിൽ വന്ന് സ്റ്റേ ചെയ്തു. ഇന്ന് നാംചെ ബസാറിൽ ഇന്നും രാത്രിയും നാംചെ ബസാറിൽ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്ലമൈറ്റൈസ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ അങ്ങനെ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ സയൻസ് ഒന്നും നമ്മൾ പറയുന്നില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡുമായിട്ട് ഒന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടുത്തെ മീറ്റർ എന്ന് പറയുന്നത് 3440 മീറ്റർ മുകളിലാണ് ഈ ഒരു നാംചെ ബസാർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ 3440 മീറ്ററിൽ നമ്മളന്ന് ഒരു ദിവസം കൂടി സ്റ്റേ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അതനുസരിച്ച് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണല്ലോ, അപ്പോൾ ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു, ഇന്നും കൂടി ഇവിടെ സ്റ്റേ ചെയ്യുന്നു നാംചെ ബസാറിൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് പറയാം. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് 3 നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. രാവിലെ ഞാൻ നോക്കിയപ്പോൾ -1 ആയിരുന്നു, അതിപ്പോൾ 3 ആയി. സമയം ഒരു 8 മണിയായി. നമ്മൾ രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ വാട്ടറൊക്കെ ഫില്ല് ചെയ്തു. 2 ലിറ്റർ നമ്മൾ 2 ഗുളികയൊക്കെ ഇട്ട് നമ്മൾ വാട്ടറൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്യും? ഈ നാംചെ ബസാറിൽ ഇന്നൊരു ഹോൾ ഡേ ഉണ്ട്, ഇന്ന് രാത്രിയുണ്ട്. ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ 3440 മീറ്ററിലാണ് നാംചെ ബസാർ. ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ വീണ്ടും പോകും. ഒരു 3880 മീറ്റർ ഹൈ വീണ്ടും നമ്മൾ പോവുകയാണ്. എന്തിനാണ് അവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു എവറസ്റ്റ് വ്യൂ ഹോട്ടലുണ്ട്. ഈ എവറസ്റ്റ് വ്യൂ ഹോട്ടൽ എന്ന് പറയുന്നത് 3880 മീറ്റർ ഹൈയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഏകദേശം ഒരു 12720 അടി മുകളിലാണത്. അവിടെ ചെന്നിട്ട് അതൊരു ഹോട്ടലാണ് കേട്ടോ, എവറസ്റ്റ് വ്യൂ ഹോട്ടൽ. അതൊരു ജാപ്പനീസ് ആൾ നടത്തുന്നൊരു ഹോട്ടലാണ്. അവിടെ പക്ഷേ ഭയങ്കര പ്രശസ്തമാണ് ആ ഹോട്ടൽ. അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു കോഫിയെ കുടിക്കും. പക്ഷേ എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം 2 ഗുണം അവിടെ പോയാൽ. അതിൽ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എവറസ്റ്റിൻ്റെ ഒരു നല്ല വ്യൂ കാണാം. എവറസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നതും അതൊരു എവറസ്റ്റ് 8800+ എവറസ്റ്റിൻ്റെ ഒരു വ്യൂ കാണാം. അതേപോലെ തന്നെ ലോറ്റ്സെ, അതൊക്കെ 8000 മീറ്ററിൽപ്പെട്ട മൗണ്ടൻസ് ആണ്. ലോറ്റ്സെ, എവറസ്റ്റ്, പിന്നെ വേറെ കുറേ മൗണ്ടൻസുകളുണ്ട്. ഇതൊക്കെ നമുക്ക് അവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. അതാണ് നമ്പർ 1 ഗുണം. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വീണ്ടും ഈ 3440 നിന്നും 3880 വീണ്ടും ഉയർത്തുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ബോഡി അങ്ങനെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഈ ഒരു അക്ലമൈറ്റൈസേഷൻ പ്രോസസ്സിനെ നമുക്ക് സഹായിക്കാൻ ഈ ഒരു നടത്തം ഹെൽപ്പ് ചെയ്യും എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എവറസ്റ്റ് വ്യൂ ഹോട്ടലിൽ പോയിട്ട് തിരിച്ചുവിടെ വരുന്നത്. അതാണ് ഈ വീഡിയോയിലെ കാണിക്കുന്നത്, അങ്ങോട്ടുള്ള യാത്ര, അവിടുത്തെ ചുമതല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 3 മ്യൂസിയംസ് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നാംചെ ബസാറിൽ പ്രധാനമായും 3 മ്യൂസിയംസ് ഉണ്ട്. അതിൽ ഒന്ന് സാഗർമാത നാഷണൽ പാർക്ക് മ്യൂസിയം, പിന്നെ സാഗർമാത നെക്സ്റ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ മ്യൂസിയം, പിന്നെ ഷെർപ്പ കൾച്ചറൽ മ്യൂസിയം. ഈ 3 മ്യൂസിയംസ് ഉണ്ട്. ഈ 3 മ്യൂസിയം കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ഈ വീഡിയോയിലുണ്ട്, അതും കാണിക്കാം. അതാണ് രണ്ടാമത്തെ പാർട്ട്. മൂന്നാമത്തെ പാർട്ടിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഷെർപ്പ ഹോസ്പിറ്റലും ഇവരുടെ ഒരു ഷെർപ്പ സ്കൂളുമുണ്ട്. അത് പറ്റിയാൽ അവിടെ പോകും. അതായത് നമ്മുടെ കൂടെയുള്ള ആൾ ഓക്കെയാണ്, വില്ലിങ് ആണെങ്കിൽ അതുകൂടെ പോയി അത് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അവസാനം 4ാമത്തെ പാർട്ടിൽ ഈ ഒരു നാംചെ ബസാർ മൊത്തം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കും. ഞാൻ ഇവിടെ എന്തൊക്കെ കാണാം, എന്താണ് നാംചെ ബസാർ. എല്ലാവരും നാംചെ ബസാർ എന്നൊക്കെ പറയും. എന്താണ് നാംചെ ബസാർ, ഇവിടെ എന്താണ്? ഇത് ശരിക്കും ഒരു മാർക്കറ്റും കുറേ ആൾക്കാർ 1600ഓളം ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ശരിക്കും ഒരു ബേസാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചുതരാം. അങ്ങനെ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഒക്കെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക, എന്നിട്ട് വരിക, എന്നിട്ട് ഇതൊക്കെ കാണുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ, ബൈ. ഞാൻ മുൻപ് പറഞ്ഞ പോലെ നാംചെ ബസാറിലെ ഈ ഒരു 3ാമത്തെ ദിവസമാണ് അക്ലമൈറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു മാജിക്ക് നമ്മളിന്ന് ആർജിക്കുവാനായിട്ട് പോകുന്നത്. ഇനി വരുന്ന നമ്മുടെ മുൻപോട്ടേക്കുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രക്കിങ്ങിന് അത് വളരെ അത്യാവശ്യമാണ്. കൂടാതെ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്.
നമ്മൾ എവറസ്റ്റ് കൊടുമുടി ഇന്ന് നമ്മൾ പല പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് വളരെ ഭംഗിയായിട്ട് കാണുന്നൊരു ദിവസം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ആവേശത്തിലാണ്, വളരെ ത്രില്ലിങ്ങിലാണ്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ടെങ്സിംഗ് നോർഗെ ഷെർപ്പ ഹെറിറ്റേജ് മ്യൂസിയത്തിലേക്കാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എവറസ്റ്റ് കീഴടക്കിയവരാണ് ടെങ്സിങ്ങും ഹിലാരിയും. അവരുടെ ഒരുപാട് ചരിത്രങ്ങളും ചിത്രങ്ങളും ഒക്കെ നമുക്ക് ആ മ്യൂസിയത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ഷെർപ്പകളുടെ ചരിത്രങ്ങളും അവരുടെ ജീവിത രീതികളും എല്ലാം ആ ഒരു മ്യൂസിയത്തിൽ നമുക്കിന്ന് കണ്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ നാംചെ ബസാറിൽ നിന്നും ഒരു 20 മിനിറ്റ്, അതായത് ഒരു 400 മീറ്റർ മുകളിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു മ്യൂസിയം തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ എനിക്ക് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത്, നമ്മൾ ഈ മ്യൂസിയത്തിലേക്ക് ട്രക്ക് ചെയ്യുന്ന ആ ഒരു റൂട്ട് ഒരു രക്ഷയുമില്ല. ഈ ഒരു ചില്ല് പോലെ തിളങ്ങി നിൽക്കുന്ന ഹിമാലയൻ മലനിരകളും നാംചെ ബസാറിൻ്റെ ദൂരക്കാഴ്ചകളുമൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാവുന്ന ഒന്നാണ്. നമുക്ക് ആ ഒരു കാഴ്ചകളൊന്നും നമുക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയില്ല. ആ ഒരു മ്യൂസിയം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും എവറസ്റ്റ് വ്യൂ ഹോട്ടലിലേക്ക് പോവുകയാണ്. അതൊരു വലിയ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ട്രക്കിംഗ് ആണ്. അവിടെ വെച്ച് നമ്മൾ വീണ്ടും എവറസ്റ്റ് വളരെ അടുത്ത് കാണും. അതിനുശേഷം നമ്മൾ തിരിച്ച് വരുമ്പോൾ മറ്റ് 1-2 മ്യൂസിയം കൂടി കണ്ട് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ഇന്ന് താമസിച്ചാണ് നാളെ ട്രക്കിംഗ് ഡേയുടെ 4ാമത്തെ ദിവസത്തിലേക്ക് ഞാൻ കിടക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് എവറസ്റ്റിൻ്റെ ആദ്യത്തെ വ്യൂ ഒന്ന് കാണാം. കൊള്ളാം, അടിപൊളിയാണ്, ഭയങ്കര ഭംഗിയാണ്. എവറസ്റ്റും ബാക്കിയുള്ള ലോട്ട്സേയും ഒക്കെ ഉള്ള മൗണ്ടൻസ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാം. ഞാൻ ആദ്യം എവറസ്റ്റ് കാണിക്കാം, അതിന് തൊട്ടടുത്താണ് ലോട്ട്സേ, പിന്നെ ബാക്കിയുള്ള കുറേ മൗണ്ടൻസ് ഉണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ആ കാഴ്ചകൾ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. കിട്ടില്ലം കാഴ്ച. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ഒരു റൗണ്ട് വ്യൂ എൻ്റെ ക്യാമറയിൽ നിന്ന് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം മനോഹരമാണെന്നത്. ടെങ്സിംഗ് നോർഗയുടെ ഒരു സ്റ്റാച്യു, ചുമയുണ്ട് കേട്ടോ. ടെങ്സിംഗ് നോർഗയുടെ ഒരു സ്റ്റാച്യു നിങ്ങൾ കണ്ടല്ലോ. ഇവർ ടെങ്സിംഗ് ഹിലാരിയും 1953 ശരിക്കും പറഞ്ഞാൽ ലോക്കൽ ടൈം 11:30-ക്കാണ് ഇവർ എവറസ്റ്റിന് നെറുകയിൽ കാലുകുത്തിയത്. നമ്മളിപ്പോൾ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുക എന്നൊക്കെ പറയുമ്പോഴത്തേനുണ്ടല്ലോ, എന്താണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ടെങ്സിംഗ് ഹിലാരിയും അവിടെയാണ്. ചില ബ്ലോഗുകളിൽ പറയുന്നത് 7 ആഴ്ച അല്ലെങ്കിൽ 2 മാസത്തിനടുത്ത് അവരവിടെ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ തങ്ങിയതിന് ശേഷമാണ് അവിടുന്ന് നേരെ എവറസ്റ്റിലേക്ക് കയറിയത്. അപ്പോൾ അവർ പോയ ആ ഒരു ബേസിലേക്കാണ് നമ്മൾ പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ നാംചെ ബസാറിൻ്റെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇവിടെ ഈ ഉയർന്ന പ്രദേശത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാം. ഈ നാംചെ ബസാർ ഞാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാം. ഇനി ഞാൻ ഈ ടെങ്സിംഗ് ഷെർപ്പ ഹെറിറ്റേജ് മ്യൂസിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഇതിനുള്ളിൽ നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ കഴിയില്ല. ഞാനിത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി പറയാം. ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് കയറി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ അകത്തെ വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അവിടെ ആരും ഇല്ല, അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കരുത്. അതുകൊണ്ടാണ് നമ്മളൊന്നും എടുത്തില്ല. ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോവാം. ഈ മ്യൂസിയം എന്ന് പറയുന്നത് ടെങ്സിംഗ് നോർഗെ ഷെർപ്പ ഹെറിറ്റേജ് മ്യൂസിയം. ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രധാനമായിട്ട് അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ആരായിരുന്നു ഷെർപ്പകളുടെ ലൈഫ്, ടെങ്സിംഗ് നോർഗയെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ്, അതൊക്കെയാണ് ഈ മ്യൂസിയത്തിലുള്ളത്. 500 വർഷങ്ങൾക്ക് മുൻപാണ് ഈസ്റ്റേൺ ടിബറ്റിൽ നിന്നും ഈ ഷെർപ്പ എന്ന് പറയുന്ന ഈ ഒരു കുറച്ച് ഫാമിലികൾ ഇവിടെ വന്ന് താമസമാക്കിയത്. ഈ ഷെർപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം ഷെർപ്പ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് പീപ്പിൾ, അതായത് ഈസ്റ്റേൺ ടിബറ്റിൽ നിന്ന് വന്ന അവരെ ഈസ്റ്റ് പീപ്പിൾ, അതാണ് ഷെർപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം. അവർ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഉള്ള സ്ഥലങ്ങളിലെ ജോലിക്ക് വളരെയധികം മിടുക്കന്മാരായിരുന്നു. ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇവരുടെ ഒരു എക്സ്ട്രീം പോവർട്ടി അല്ലെങ്കിൽ
ഭയങ്കരമായ ദാരിദ്ര്യം മൂലമാണ് ഇവർ ഇത്തരത്തിലുള്ള ഹാർഡായിട്ടുള്ള ജോലികൾ ചെയ്യാൻ പ്രാപ്തമായെന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ജോലികൾ ചെയ്യാൻ പ്രാപ്തമായെന്നും എന്നാണ് അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ബേസിക്കലി ഇവർ അഗ്രികൾച്ചർ, ഫാമിങ്, പിന്നെ ഇതേപോലെയുള്ള മൃഗങ്ങളെയൊക്കെ വളർത്തി ഇവരിങ്ങനെ സാധാരണ ജീവിതമാണ് ഇവർ നയിക്കുന്നത്. ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ വന്നപ്പോഴത്തേനുമാണ് ഈ മൗണ്ടന് ഈ എവറസ്റ്റ് കീഴടക്കുക, ക്ലൈംബ് ചെയ്യുക എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പിന്നീടാണ് വരുന്നത്. 1900-ൽ ഷെർപ്പകൾ വളരെയധികം ഇവിടെ നിന്നും ഡാർജിലിങ്ങിലേക്ക് താമസം മാറി. അവർ മൈഗ്രേറ്റ് ചെയ്തു. കാരണം അവിടുന്ന് കൂടുതൽ അവർക്ക് ജോലി കിട്ടും. ഈ പോർട്ടറായിട്ടും മറ്റുള്ള ജോലികൾക്കൊക്കെ ഡാർജിലിങ്ങിലേക്ക് അവർ താമസം മാറി. അന്ന് അവിടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ആ കൂട്ടത്തിലാണ് ടെങ്സിങ്ങും ഈ ഡാർജിലിങ്ങിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഈ ഒരു മൗണ്ടനിയറിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുകയും പിന്നീട് അങ്ങോട്ട് അദ്ദേഹം എവറസ്റ്റ് എക്സ്പെഡീഷൻ്റെ ഭാഗമായി തീരുകയും ചെയ്യുന്നത്. പിന്നെ കാണുന്നത് നമ്മൾ ചരിത്രമാണ്. 1953-ൽ ടെങ്സിങ്ങും ഹിലാരിയും ഈ എവറസ്റ്റ് കീഴടക്കുന്നതാണ് കാണുന്നത്. അവരങ്ങനെ ചുമ്മാ പോയി അങ്ങോട്ട് കീഴടക്കുമെന്നല്ല കേട്ടോ, വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ അകത്ത് മുഴുവൻ എഴുതിയിരിക്കുന്ന അവരുടെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സൊക്കെ ഉണ്ട്. ഈ ഒരു മ്യൂസിയത്തിൽ പിന്നീട് പറഞ്ഞിരിക്കുന്നത് അവരുടെ ആ ഒരു ടെങ്സിങ്ങിൻ്റെ ലൈഫ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോയും വളരെ നീറ്റായി വളരെ ഭംഗിയായി വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു മ്യൂസിയം, അത്രേ ഉള്ളൂ. അതാണ് ഈ ഒരു ഹെറിറ്റേജ് മ്യൂസിയം. പിന്നെ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്ന വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഷെർപ്പകളുടെ എക്കാലത്തെ ഉണ്ടായിരുന്ന അവരുടെ ആ ഒരു കറേജ്, അവരുടെ ആ ഒരു ലോയൽറ്റി, ആ ഒരു സ്മാർട്ട്നെസ്, അതൊക്കെയാണ് എന്നും ബ്രിട്ടീഷുകാർക്ക് ഷെർപ്പകൾ പ്രിയപ്പെട്ടവരായിരുന്നു. ഷെർപ്പകൾ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്, വളരെ നല്ല മനുഷ്യരാണ്. എൻ്റെ കൂടെ ഉള്ള ഒരു ഷെർപ്പയാണ്. അദ്ദേഹമൊക്കെ എത്ര നല്ല മനുഷ്യനാണെന്നറിയാം. നമ്മളവർക്കും കാര്യം, ഈവൻ ദോ അവൻ നമ്മളെ ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പോലെ ആണെങ്കിലും വളരെ ഡീസൻ്റായിട്ടാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത്. അപ്പോൾ അതും അതിൻ്റെ അകത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. പഴയ കാലം മുതൽ ഷെർപ്പകൾ അത്രയ്ക്ക് മിടുക്കന്മാരായിരുന്നു. ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അത്രയ്ക്ക് മനോഹരമാണ്. നിങ്ങളിവിടെ വരിക, ഈ കാഴ്ചകളെ കാണുക. ഇനി നമ്മൾ നേരെ പോകുന്നത് എവറസ്റ്റ് വ്യൂ ഹോട്ടലിലാണ്. അവിടെ നിന്നും കുറച്ചുകൂടെ ഭംഗിയുള്ള കാഴ്ചകളെ കാണും. പിന്നെ ബാക്കി 1-2 മ്യൂസിയം ഉണ്ട്, അതൊക്കെ കണ്ട് ഇന്നത്തെ പിന്നെ നാംചെ ബസാറിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മുമ്പോട്ട് നമ്മുടെ യാത്ര തുടരാം. ടെങ്സിങ് ഷെർപ്പ മ്യൂസിയം കണ്ടു കഴിഞ്ഞ് നമ്മൾ വീണ്ടും ട്രക്കിംഗ് ആരംഭിക്കുകയാണ്. ഇവിടെ നിന്നും ഏകദേശം ഒരു 420 മീറ്റർ മുകളിലേക്ക്, അതായത് ഒരു 2.5 കിലോമീറ്റർ ട്രക്ക് ചെയ്താലാണ് നമുക്ക് എവറസ്റ്റ് വ്യൂ പോയിന്റിൽ എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് അതീവ ഭംഗിയുള്ള ഹിമാലയൻ റേഞ്ചുകളും നാംചെ ബസാറിൻ്റെ ദൂരക്കാഴ്ചകളും ഒക്കെയാണ്. ഇതൊന്നും കൂടാതെ എവറസ്റ്റ് കൊടുമുടി വീണ്ടും നമുക്ക് വളരെ ഭംഗിയായിട്ട് അവിടെ നിന്നും കാണാനാവുന്നതാണ്. ഇനി നമുക്ക് കുറേ ചലഞ്ചുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് അതികഠിനമായ ഒരു ട്രക്കിംഗ് റൂട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റേതായ ചില പ്രശ്നങ്ങളും നമ്മൾ തരണം ചെയ്യേണ്ടതുണ്ട്. ഇവിടെ 3540, അവിടെ 3880, 400 ചില്ലുവാനം മീറ്റർ ഹൈ ആണ് എവറസ്റ്റ് വ്യൂ ഹോട്ടലുള്ളത്. എങ്കിലും അങ്ങോട്ടേക്കുള്ള യാത്ര അത്യാവശ്യം ഇത്തിരി കഠിനമാണ്. മുഴുവൻ സ്റ്റെപ്പുകളാണ്. അപ്പം കുഴപ്പമില്ല, ഇതിലും വലുത് വരാനിരിക്കുവാണല്ലോ. അപ്പോൾ ഇത് കയറിയില്ലേ പറ്റത്തുള്ളൂ. അത്യാവശ്യം സ്റ്റീപ്പാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ കാണണം. ഇവിടെയൊക്കെ വരുന്നുണ്ടെങ്കിൽ സ്റ്റെപ്പുകളാണ് മുഴുവൻ. വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പതുക്കെ ഇരുന്നും പതുക്കെ നടന്നും പോയാൽ മതി. ഒന്ന് നമ്മളെ അക്ലമൈറ്റൈസേഷന് വേണ്ടി നമ്മളെ അത്യധികം ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത്. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് എവറസ്റ്റിൻ്റെ ഒരു വ്യൂ ഒക്കെ കാണാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ അക്ലമൈറ്റൈസേഷന് വേണ്ടി നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ഞങ്ങളിങ്ങനെ 5 മിനിറ്റ് എന്നൊരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ വീണ്ടും പോകും. $3775 മീറ്റർ മേളിലെത്തി. 3880 ആട്ടുക എവറസ്റ്റ് വ്യൂ ഹോട്ടൽ. ഇനിയുണ്ട് കുറച്ചുകൂടെ നടക്കാൻ. ഇത്തിരി പാടുള്ള, എന്നാലും കുഴപ്പമില്ല, നടന്നാലേ പറ്റത്തുള്ളൂ. അടിപൊളി വ്യൂ ആണ് ഇങ്ങോട്ടുള്ളത്. രക്ഷയില്ല. ഓക്കെ,
കണ്ട അടിപൊളി വ്യൂ അല്ലേ? വാവ്. ഇവിടെ ഒരു പോണ വഴിക്കും വേറൊരു ഹോട്ടൽ, ഒരു പനോരാമ ഹോട്ടലാണ്. എന്താണ് ഇതിൻ്റെ പേര്? ഹിമാലയൻ എന്തോ ഒരു ഹോട്ടലാണ്. അവിടെ വേറെ നിർത്തി വെച്ചിട്ടില്ല. നല്ല പൊടിക്കാറ്റുണ്ടേ. ശരിക്കും എവറസ്റ്റ് വ്യൂ പോയിൻ്റ് ഇനിയുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് എൻ്റെ അമ്മ, എന്തൊരു രസമെന്നറിയാം ഇവിടെ നിന്നുള്ള വ്യൂ. നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എവറസ്റ്റ് കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് കാണാം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല കാറ്റുണ്ടല്ലേ, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് മൗണ്ട് എവറസ്റ്റ്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് ലോട്ട്സെ. ഈ മൗണ്ട് എവറസ്റ്റും ലോട്ട്സയും ഏകദേശം 8,000+ അതിൻ്റെ മുകളിലേക്കുള്ളവരാണ് അവരൊക്കെ. പിന്നെയുള്ള കുറേ മൗണ്ടൻസൊക്കെ ഉണ്ട്. അതിൻ്റെ പേരൊക്കെ ഞാൻ പഠിക്കുന്തോറും മറന്നു പോകുന്നു, എന്താണെന്നറിയില്ല. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഓക്കെ, നമ്മൾ എവറസ്റ്റ് വ്യൂ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ പോകാനുണ്ട്. താങ്ക് യു. വന്ന വഴിയാണത്. അങ്ങനെ നമ്മൾ എവറസ്റ്റ് വ്യൂ ഹോട്ടൽ എവറസ്റ്റ് വ്യൂ അവിടെ എത്തി. 3880 മീറ്റർ ഹൈയിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ടേ എന്തെങ്കിലും ഒരു ഇവിടം വരെ വന്നതല്ലേ, ഇച്ചിരി കത്തിയായിരിക്കും. എത്ര കോഫി അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാം. നല്ല വിശപ്പുണ്ട്. വില ചോദിക്കാം, ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും കഴിക്കാം. ഏതോ ഒരു ജപ്പാൻകാരൻ്റെ ബുദ്ധിയിൽ പെടുന്നൊരു ഹോട്ടലാണ് കേട്ടോ അത്. ഇത്രയും മേളിലൊരു ഹോട്ടൽ പണിയാനേ. എൻ്റെ അമ്മേ, താങ്ക് യു. ഇതാണ് ഹോട്ടൽ. ഇതുണ്ടല്ലേ, ഇവിടെ ഒരു വെൽക്കം ഒക്കെ വെച്ചിട്ടുണ്ട്. നോക്കാം, ഇതാണ് ഹോട്ടൽ. ഓക്കെ, നമ്മൾ അവസാനം ഈ എവറസ്റ്റ് വ്യൂ ഹോട്ടലിലെത്തി. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഈ വീഡിയോ ഇത്തിരി കൂടുന്നുണ്ട്, പക്ഷെ നിങ്ങളങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഈ എവറസ്റ്റ് വ്യൂ ഹോട്ടൽ എന്ന് പറയുന്നത് നാംചെ ബസാർ 3440 മീറ്റർ മുകളിലാണ് സമുദ്രനിരപ്പിൽ നിന്നും. അതിൽ നിന്നും 3880 മീറ്റർ മുകളിലാണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഏതോ ഒരു ജപ്പാൻകാരൻ കണ്ടുപിടിച്ചൊരു വിദ്യയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആണ് ഈ ഒരു ഹോട്ടൽ. നമ്മൾ എന്തിനാണ് ഈ ഹോട്ടലിൽ വരുന്നത്? ഇത്രയും കഷ്ടപ്പെട്ട് ഈ നാംചെ ബസാറിൽ നിന്ന് വീണ്ടും മേളിൽ കയറി വീണ്ടും നമ്മൾ നാംചെ ബസാറിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ തന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് തന്നെ? 2-3 കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം, ഈ അക്ലമൈറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. നമ്മളിങ്ങനെ നടന്ന് മേളിൽ കയറുമ്പോൾ നമ്മൾ വീണ്ടും ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോവാണ്. അവിടെ നിന്ന് വീണ്ടും താഴത്തേക്ക് പോകുന്നു. നമ്മുടെ ഹൈ ആൾട്ടിറ്റ്യൂഡിലൂടെ നമുക്ക് ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടി നമ്മുടെ ബോഡീനെ നമ്മളിങ്ങനെ പഠിപ്പിക്കുകയാണ്. അതാണ് ഈ ഒരു പ്രോസസ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മേളിൽ കയറി വരുന്നത്, വീണ്ടും താഴത്തേക്ക് ഇറങ്ങി പോകുന്നു. നാളെ മുതൽ നമ്മൾ വലിയ ട്രക്കിംഗ് ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ അക്ലമൈറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് നമ്മളെ ഇത്തരത്തിൽ സഹായിക്കും. ഇത്തരത്തിലുള്ള ഈ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രക്കിങ് നമ്മളെ സഹായിക്കും. ഇനി ഈ ഒരു ഹോട്ടലിനെ പറ്റി പറയാം. വളരെ ഡീസൻറ്റ് ഹോട്ടലാണ്, അത്യാവശ്യം നല്ല കത്തിയാണ്. എൻ്റെ ഷെർപ്പ, പിന്നെ ഞാനും ഷെർപ്പയുണ്ടല്ലോ, അദ്ദേഹത്തിന് ഞാനൊരു ഒരു ഫ്രഞ്ച് ടോസ്റ്റും പിന്നെ ഞങ്ങൾ കോഫിയും ഞങ്ങൾ രണ്ടുപേരും കഴിക്കുന്നു. 3000 നേപ്പാളി റുപ്പിയാവും. കുഴപ്പമില്ല. അദ്ദേഹം ഇനി എന്നെ ഇവിടുന്ന് മൊണാസ്ട്രി കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഒരു അരമണിക്കൂറോടെ മേളിലേക്ക് നടക്കണം. അപ്പോൾ അദ്ദേഹം എനിക്ക് കൂടെ വന്നതല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഞാൻ അതൊക്കെ മേടിച്ചു കൊടുത്തു.
അദ്ദേഹത്തിനും വിശക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് നേരെ മൊണാസ്ട്രിയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഈ ഒരു എവറസ്റ്റ് വ്യൂ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ നിന്ന് നമുക്ക് എവറസ്റ്റിനെ നമുക്ക് വളരെ അടുത്ത് കാണാവുന്ന ഒരു ഓപ്ഷനും കൂടിയുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ എവറസ്റ്റിനെ കാണാം, അതിൻ്റെ അടുത്തുള്ള ലോട്ട്സേനെ കാണാം, പിന്നെ ബാക്കിയുള്ള കുറേ മൗണ്ടൻസൊക്കെ എൻ്റെ ചുറ്റുമുണ്ട്, അതിനൊക്കെ നമുക്ക് കാണാം. അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇതാണ് ഞങ്ങളുടെ കോഫി. കുഴപ്പമില്ല, നല്ല കോഫിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കോഫിക്ക്. ഇത്രയും കാശ് കൊടുക്കണതായിരിക്കും. ഞങ്ങളത് കഴിക്കട്ടെ. ഇനി ഫ്രഞ്ച് ടോസ്റ്റും പറഞ്ഞിട്ട് അതും കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് ഇവിടെ നിങ്ങൾ പോകും. എവറസ്റ്റ് വ്യൂ ഹോട്ടലിലെ കാഴ്ചകൾ കണ്ടില്ല, 3880 മീറ്റർ ഹൈലാണ്. നല്ല വരുന്നുണ്ട്, നല്ല തണുത്ത കാറ്റും ഉണ്ട് കേട്ടോ. എൻ്റെ പുറകിൽ എവറസ്റ്റ് നമുക്ക് കാണാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എവറസ്റ്റിൻ്റെ കാഴ്ച. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാം. ഇനി നമ്മൾ ഇവിടുന്ന് കുംജും മൊണാസ്ട്രിയിലേക്ക് പോകണം. അത് ഇവിടുന്ന് അരമണിക്കൂർ ഇങ്ങോട്ട് കയറുമ്പോഴാണ് കുംജും മൊണാസ്ട്രി. മുകളിലേക്ക് പോകണ്ട, ഏകദേശം ഈ ഒരു സൈഡിൽ തന്നെയാണ് കുംജും മൊണാസ്ട്രി. അത് ഭയങ്കര മനോഹരമായൊരു മൊണാസ്ട്രിയാണ്. അത് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്, ഇന്ന് അവിടെയും കൂടെ ഒന്ന് പോയിട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഷെർപ്പ പറഞ്ഞു നമുക്ക് അവിടെയും പോവാം, അതൊരു മൊണാസ്ട്രിയാണ്, അപ്പോൾ അതും ഒന്ന് കണ്ടു കളയാം. അപ്പോൾ അതും കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് നാംചെ ബസാറിലേക്ക് പോകും. പിന്നെ നാംചെ ബസാറിലെ കാഴ്ചകൾ കാണിച്ചു തരാം. നാംചെ ബസാറിൽ ചെന്നിട്ടാണ് ഞാൻ ഒരു മ്യൂസിയോടെ കാണിച്ചു തരാം കേട്ടോ, ഷെർപ്പ ഹെറിറ്റേജ് മ്യൂസിയം. അതുകൂടെ കാണാം, അതുകൂടെ കണ്ട് പിന്നെ നാംചെ ബസാറെ കണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എനിക്കിതുവരെ തലവേദനയൊന്നും ഭാഗ്യവശാൽ ഒന്നും വന്നിട്ടില്ല. എന്തോ ലക്കുണ്ട്, ഞാൻ അത്യാവശ്യം എപ്പോഴും വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി മൊണാസ്ട്രിയിലേക്കുള്ള യാത്രയിലാണ്. വീഡിയോ ഇത്രയും ലെങ്തി ആണെന്ന് എനിക്കറിയാം, പക്ഷേ നമുക്കിതല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. നമുക്കിതിങ്ങനെ വെട്ടിച്ചുരുക്കിയിട്ടൊന്നും കാര്യമില്ല. എവറസ്റ്റ് അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മൾ മൊണാസ്ട്രിയിലേക്കുള്ള യാത്രയിലാണ്, കുംജും മൊണാസ്ട്രി. പക്ഷെ നമ്മൾ അരമണിക്കൂർ യാത്രയുണ്ട്. ഒരു നല്ലൊരു മനസ്സിന് സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കയറ്റമില്ല. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുംജും മൊണാസ്ട്രി ചെന്നിട്ട് നമ്മൾ നേരെ നാംചയിലേക്ക് പോകും. അങ്ങോട്ടേക്കുള്ള വഴിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത്. സിമ്പിളാണ് കേട്ടോ. എന്തായാലും ഇവിടെ വന്നിട്ട് കുംജും മൊണാസ്ട്രി കാണാൻ പോകുന്നത്. ഇനി നമ്മൾ ചിലപ്പോൾ ഇവിടെ നിന്നും വരത്തില്ലെന്നേ, അതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഇച്ചിരി മുമ്പ് കണ്ട വീഡിയോ, അതാണ് കേട്ടോ ഈ കുംജും എന്ന് പറയുന്ന ആ ഒരു വില്ലേജ്. അതിനകത്താണ് മൊണാസ്ട്രി ഉള്ളത്, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഒരു ഹിലരി സ്കൂളും ഉണ്ട് ഇവിടെ തന്നെ. പറ്റിയ വെച്ചാൽ ഹിലരി സ്കൂളും കാണണം. അതിൻ്റെ അകത്തൊന്നും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കുംജും വില്ലേജിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ താഴത്തേക്കാണ് പോകണം. അവിടെ നമ്മളിങ്ങനെ നേരെ നാംചയിലേക്ക് പോകും. ഇത് കണ്ടില്ലേ, ഈ കുംജും മൊണാസ്ട്രി കണ്ടില്ലേ? ഇതാണ് കുംജും മൊണാസ്ട്രി അല്ലെങ്കിൽ കുംജും വില്ലേജ്. ഈ വില്ലേജിൻ്റെ ഉള്ളിലാണ് ഈ ഒരു മൊണാസ്ട്രി ഉള്ളത്. ഇറക്കായത് കാരണേ വലിയ തെറ്റില്ല, നമുക്ക് ഇറക്കം ഇത്തിരി കൂടെ ഫാസ്റ്റായിട്ട് ഇറങ്ങാം. അപ്പോൾ അതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലേ, കുംജും വില്ലേജ് ഒന്ന് അടുത്ത കാഴ്ച ആണ് കുംജും വില്ലേജ്. Hello guys.
This way. പക്ഷേ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. പക്ഷെ ഇവിടെ ജീവിക്കുന്നവരൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം വരുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നും. അതാണ് അടുത്ത് കുറേ കയറ്റമൊക്കെ ഉണ്ട്. നമ്മൾ ഇതുവരെ മൊണാസ്ട്രിയിൽ എത്തിയിട്ടില്ല. എനിക്ക് ഇവിടെ നോക്കിയാൽ കാണാം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവിടെ എത്തണ്ടേ. നമ്മുടെ കൂടെ വരുന്ന സഹയാത്രികന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. വെള്ളവും വേണ്ട. പിന്നെ ചേടക്കെങ്ങാനൊരു ജാക്കറ്റിലിട്ടെങ്കിലേ, ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴത്തേനും നല്ല തണുത്ത സ്ഥലത്ത് സ്ലീവ്ലെസ് ടീഷർട്ട് ഇട്ട് കിടക്കണം. ഈ ചങ്ങായി ചെയ്ത വേറൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചു ഇന്നലെ വൈകുന്നേരം എവിടെയായിരുന്നു ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോയതായിരുന്നു ഈ മലയുടെ മേളിലേ. എൻ്റെ പൊന്നെ, ഇവിടെ മനുഷ്യൻ 10 അടി നടക്കുമ്പോൾ മടുക്കും, എണ്ണം ഫുട്ബോൾ കളിക്കാൻ പോയതാ. ഇവർക്കത് പ്രശ്നമല്ല, ഇവരുടെ ബോഡി അങ്ങനെയാണ്, നല്ല അത്ലറ്റാണ് പുള്ളി. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മൊണാസ്ട്രിയിലേക്ക് നടക്കുവാണ്. ഇനി അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാം. ഹലോ, മൊണാസ്ട്രി. മോനെ, ഇതാണ് മൊണാസ്ട്രി. അടിപൊളി. കണ്ടില്ലേ, ഇതാണ് മൊണാസ്ട്രി. നമ്മൾ ഈ മൊണാസ്ട്രി കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നടന്ന് താഴെ വന്നത്. മൊണാസ്ട്രിക്കകത്ത് നമ്മൾ കയറാൻ പോവാണ്. എനിക്കറിയില്ല ക്യാമറയും ഒക്കെ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ അവരെന്താണോ പറയുന്നത് അത് നമ്മൾ അതേപടി അനുസരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. വീഡിയോ എടുക്കാൻ പറ്റിയാൽ എടുക്കും. ഇതാണ് മൊണാസ്ട്രി. മൊണാസ്ട്രിയിലെ കാഴ്ചയിൽ കണ്ടിട്ട് നമ്മൾ നേരെ ഹിലരി സ്കൂളിലേക്ക് പോകും. അതൊരു സ്കൂളാണല്ലോ, അവിടെ നിന്നാണ് നമ്മൾ നേരെ നാംചെ ബസാറിലേക്ക് പോകുന്നത്. നമ്മൾ ഈ മൊണാസ്ട്രിയുടെ അകത്ത് കയറി 300 നേപ്പാളി റുപ്പി വേണം ഇതിൻ്റെ അകത്ത് പ്രവേശന ഫീസ്. അതുപോലെ തന്നെ അവർ പറഞ്ഞു ഇതിൻ്റെ അകത്ത് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മൊണാസ്ട്രി എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. പിന്നെ വേറൊരു ടഫസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് അവർ ഷൂ ഊരി ഇവിടെ വെക്കണം. നമ്മുടെ ഈ ട്രക്കിംഗ് ഷൂ എന്ന് പറഞ്ഞാൽ കുറേ കെട്ടി ഒക്കെ ആണല്ലോ, അത് ഞാൻ എല്ലാം ഇവിടെ ഊരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പതുക്കെ ഈ മൊണാസ്ട്രി ഒന്ന് കാണാൻ പോവാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം മൊണാസ്ട്രി എന്താണെന്നുള്ളത്. മൊണാസ്ട്രി ഒരു നല്ല ഭംഗിയുള്ളൊരു മൊണാസ്ട്രി കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇതെന്തൊക്കെയാണ് ഇവരുടെ വിശ്വാസമൊക്കെ ആയിട്ടുള്ള പല സാധനങ്ങളൊക്കെയാണ്. ഞാനിവിടെ കണ്ട വേറൊരു സാധനം, ഒരു മിത്തിക്കൽ ക്രീച്ചറാണ് യതി എന്ന് പറയുന്നത്. അതിൻ്റെ തല അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്കറിയില്ല എത്രമാത്രം അത്, പക്ഷെ അവർ അതിൻ്റെ ഒരു തലയുടെ ഒരു ഭാഗം അവിടെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. മിത്തിക്കൽ ക്രീച്ചർ യതിയുടെ തല, അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഫുൾ കളർഫുൾ സെറ്റപ്പാണ്. അങ്ങനെയാണ്. യു ആർ അണ്ടർ CCTV സർവൈലൻസ്. ഞാൻ അതിനൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു മിത്തിക്കൽ ക്രീച്ചർ യതി എന്ന് പറയുന്ന അതിൻ്റെ തലേന്നാണ് എനിക്ക് തോന്നുന്നത്. വേണ്ട,
കണ്ടല്ലോ, ഇതാണ് ഈ ഒരു കുംജും മൊണാസ്ട്രിയുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇവിടെ കുറേ പിക്ചറുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിലാരിയുടെയും ടെങ്സിൻ്റെയും ഒക്കെ കുറേ പിക്ചറുകളാണ്. ഇവിടെ അടുത്താണ് ഒരു സ്കൂളുള്ളത്, അതായത് ഹിലാരി സ്കൂള്. ഹിലാരിയുടെ നേതൃത്വത്തിൽ പണിത സ്കൂളായിരിക്കാം, എനിക്ക് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം അറിയാമല്ലോ. പക്ഷേ സ്കൂളിൻ്റെ പേര് ഹിലാരി എന്നാണ്. 1961 ഫസ്റ്റ് ബാച്ച് ഈ ഹിലാരി സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആയിരിക്കുന്നത്. അതിൻ്റെ ഒരു ചിത്രം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ടെങ്സിൻ്റെയും ഹിലാരിയുടെയും ഫോട്ടോയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മൊണാസ്ട്രി ഞാൻ കാണിച്ചല്ലോ. ഇനി നമ്മൾ പതുക്കെ മൊണാസ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അടുത്തത് നമ്മൾ ഹിലാരി സ്കൂള് കാണും. ഹിലാരി അന്ന് പണി കഴിപ്പിച്ച ആ ഒരു സ്കൂളായിരിക്കണം. അതിൻ്റെ ചരിത്രം ഞാൻ നോക്കിയിട്ട് പറയാം. അതും കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് നാംചെ ബസാറിലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ കുംജും മൊണാസ്ട്രിയും ഈ കുംജും വില്ലേജും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഈ കുംജുമിലുള്ള ഒരു സ്കൂള് കാണാനാണ്, ഹിലാരി സ്കൂള്. അതിനെന്താണ് ഇത്ര പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1953 ടെങ്സിങ്ങും ഹിലാരിയൊക്കെ മൗണ്ട് എവറസ്റ്റൊക്കെ കീഴടക്കി ഹിലാരിയും ടെങ്സിങ്ങൊക്കെ ഭയങ്കര പോപ്പുലറായി. അപ്പോൾ 1960 ഇവിടുത്തെ ഷെയർപ്പുകളെല്ലാം കൂടി ഹിലാരിയോട് റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾക്കൊരു സ്കൂള് വേണം, ഞങ്ങളുടെ ഷെയർപ്പ കുട്ടികൾക്കൊക്കെ പഠിക്കാനായിട്ടൊരു സ്കൂള് വേണം. അങ്ങനെ ഒരു ചെറിയ രീതിയിൽ 1961 ഇവിടുത്തെ 60-61 കാലഘട്ടങ്ങളിൽ ഇവരൊരു സ്കൂൾ ആരംഭിച്ചു. ആ സ്കൂളിൻ്റെ പേരാണ് ഹിലരി സ്കൂള്. 61 ആയപ്പോൾ 2 ക്ലാസ് റൂമോട് കൂടി സ്റ്റാർട്ട് ചെയ്ത ചെറിയ ഒരു സ്കൂളാണ്. ഇന്ന് 10ാം ക്ലാസ് വരെയോ 12ാം ക്ലാസ് വരെയൊക്കെ ഉണ്ട് അവിടെ. വളരെ എസ്റ്റാബ്ലിഷായി ആ സ്കൂള്. അപ്പം നമ്മൾ ആ സ്കൂളിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ലോക്കൽ കുട്ടികൾക്കും ഷെർപ്പ കുട്ടികൾക്കും ഒക്കെ പഠിക്കുവാനും ഒക്കെ ആയിട്ടുള്ള ഒരു സ്കൂളാണത്. നമുക്ക് ആ സ്കൂളും കൂടെ കണ്ടിട്ട് നേരെ തിരിച്ച് നാംചെ ബസാറിലേക്ക് പോകാം. ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? കണ്ടല്ലേ, നമ്മളിങ്ങനെ സ്കൂളിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സർ എഡ്മണ്ട് ഹിലാരി വിസിറ്റർ സെൻറ്റർ. നമുക്കിനി നേരെ സ്കൂളിൻ്റെ അകത്തേക്ക് പോകാം. അതാണ് സ്കൂള്, കണ്ടില്ലേ? ഈ സ്കൂളാണ് 1961 വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയൊരു സ്കൂള്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സർ എഡ്മണ്ട് ഹിലരി, ഫൗണ്ടഡ് ബൈ സർ എഡ്മണ്ട് ഹിലരി. 1960 ഇവർ റിക്വസ്റ്റ് ചെയ്തു, 1961 തുടങ്ങി. അങ്ങനത്തെ ഒരു സെറ്റപ്പാണിത്. ഇവിടെ നമുക്ക് സ്കൂളും കാണാം. ഇതൊക്കെയാണ് കേട്ടോ സ്കൂളും കാണാം. പിന്നെ ഹിലരി വിസിറ്റർ സെൻറ്ററും ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. നമുക്കതൊന്ന് കണ്ടേക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ ഈ റീജിയൻ മൊത്തം നമ്മളങ്ങ് കവർ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഇതിൻ്റെ ഉള്ളിലേക്ക് സർ എഡ്മണ്ട് ഹിലാരിയുടെ വിസിറ്റർ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഷെർപ്പ കമ്മ്യൂണിറ്റിയുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയാണ് സർ എഡ്മണ്ട് ഹിലാരി 1961 ഈ ഒരു സ്കൂളിന് തുടക്കം കുറിക്കുന്നത്. നേപ്പാളിലെ ഈ ഒരു എവറസ്റ്റ് റീജിയൻ, അതായത് ഇത്ര ഉയരത്തിലുള്ള ഒരു റീജിയണിൽ ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ഈ സ്കൂളിൻ്റെ ആദ്യത്തെ സ്ട്രക്ചർ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണെന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള അനേകം മനുഷ്യരുടെയും റെഡ് ക്രോസിൻ്റെയും ഒക്കെ സഹായങ്ങൾ ഈ സ്കൂളിൻ്റെ ആദ്യഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. 1984 കൂടി ഈ സ്കൂൾ 10ാം തരം വരെ അവർ എക്സ്പാൻഡ് ചെയ്തു. 2011 ഈ സ്കൂളിലെ പ്രൈമറി ലാംഗ്വേജ് ആയിട്ട് ഇവർ ഇംഗ്ലീഷിനെ തിരഞ്ഞെടുത്തു. ഇന്ന് ഇവിടുത്തെ ഈ കുട്ടികൾക്ക് വേണ്ടി ഹോസ്റ്റലും സയൻസ് ലാബും കമ്പ്യൂട്ടർ ലാബും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടും എല്ലാം ഇവരിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്കൂള്, കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ സ്കൂള്. പക്ഷേ ഇന്ന് ഈ ഒരു സ്കൂളിന് ഒത്തിരി ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കണം. കാരണം വെച്ചാൽ ഇവിടെ ഞാനൊരു കണ്ടൊരു കാഴ്ച എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ബിൽഡിങ് ഞാൻ കണ്ടു, കമ്പ്യൂട്ടർ ക്ലാസ് റൂം ബിൽറ്റ് ബൈ കൊറിയൻ ക്ലബ്ബ്. അപ്പോൾ അങ്ങനെ ഓരോ ക്ലാസ് റൂമിനും 2007 കൊറിയൻ ക്ലബ്ബ് ഇവിടെ സംഭാവന ചെയ്തതായിരിക്കണം എന്നായിരിക്കും. അപ്പോൾ എന്തായാലും ഹിലരി തുടങ്ങി
വെച്ച ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു സംഭവം ഇന്ന് വലിയ സംഭവമായിപ്പോയി. ഇനി നമ്മൾ നാംചെ ബസാറിൽ ചെന്നിട്ട് അവിടുത്തെ എന്താണ് നാംചെ ബസാർ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഞങ്ങൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാളെ അതിരാവിലെ എണീറ്റ് 7:30 എങ്ങാണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഫോർട്ട് സെ തങ്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 4ാമത്തെ ദിവസത്തെ ട്രക്കിങ്ങിന് വേണ്ടി ഞങ്ങൾക്ക് പോകണം. അപ്പോൾ ഞങ്ങളിപ്പോൾ നാംചെയുടെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോരം വീഡിയോ എടുത്താലും തീരെയല്ലോ കേട്ടോ. നമ്മളോർക്കും എന്നാൽ ഇനി നമുക്ക് പിന്നെ വീഡിയോ എടുക്കാം. പക്ഷേ ഒരിറക്കം കഴിയുക അല്ലെങ്കിൽ ഒരു വളവ് കഴിയുമ്പോൾ അടുത്ത നല്ല മനോഹരമായ കാഴ്ചകൾ കാണുക. നമ്മുടെ ഷെയർപ്പാണ്ട എന്തേ നിൽക്കണം, നോക്ക്. അതാണ് നാംചെ ബസാർ. ഇവിടെയാണ് ഷെർപ്പ മ്യൂസിയം. ഇവിടെ ഈ ഭാഗത്ത് കാണും. ഈ കാണുന്നതാണ് ഷെർപ്പ മ്യൂസിയം. രാവിലെ മുതൽ ആരംഭിച്ച ട്രക്കിങ്ങും യാത്രയും ഒക്കെ ഞങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഈ ഒരു നാംചെ ബസാറിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ഈ ഒരു നാംചെ ബസാറിൽ വിശ്രമിച്ച് നാളെ അതിരാവിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള അടുത്ത സ്ഥലത്തേക്ക് ട്രക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നാംചെ ബസാറിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഞാൻ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നാംചെ ബസാർ എന്ന് പറയുന്നത് ഗേറ്റ് വേ ടു എവറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഇത്ര ഉയരത്തിൽ, അതായത് 3440 മീറ്റർ ഉയരത്തിൽ ഇത്തരത്തിലുള്ള ഒരു പട്ടണം എന്ന് പറയുന്നത് അതിശയം തന്നെയാണ്, അത്ഭുതമാണ്. നാംചെ ബസാർ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ട്രക്കിംഗ് ഗിയറുകൾ മുതൽ യാക്ക് ചീസ് വരെ നമുക്കിവിടെ കിട്ടും. ഇവിടുത്തെ സാറ്റർഡേ മാർക്കറ്റ് ഒരു പോപ്പുലറായിട്ടുള്ള ഒരു സംഗതിയാണ്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ അത് മിസ് ചെയ്യരുത്. ഷെർപ്പ കമ്മ്യൂണിറ്റിയുടെ കൾച്ചറലായിട്ടും എക്കണോമിക് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഹബ്ബായിട്ട് നമുക്ക് നാംചെ ബസാറിനെ വിശേഷിപ്പിക്കാം. ഈ ട്രക്ക് ചെയ്യുന്ന എല്ലാവരും മിനിമം 2 ദിവസമെങ്കിലും ഈ ഒരു നാംചെ ബസാറിൽ താമസിച്ച് അക്ലമൈറ്റൈസ് ചെയ്യാതെ അവർക്ക് മുൻപോട്ടേക്ക് പോകുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് നാംചെ ബസാർ ഒരു പ്രധാനപ്പെട്ട ഒരു സിറ്റി തന്നെയാണ്. ഒരു ടിബറ്റൻ ബുദ്ധിസ്റ്റ് ട്രഡീഷൻ നമുക്ക് ഇവിടെ എവിടെയും കാണാം. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ട്രക്കേഴ്സിൻ്റെ ഒരു മിനി പാരഡൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ നാംചെ ബസാറിനെ വിശേഷിപ്പിക്കാം. ഈ കാണുന്നതാണ് എൻ്റെ ഹോട്ടൽ. ഞാൻ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി കുറച്ച് വിശ്രമിക്കണം. അതിനുശേഷം നാളത്തേക്കുള്ള ട്രക്കിങ്ങിന് വേണ്ടി തയ്യാറാവണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആയി. നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർന്നുള്ള വീഡിയോകളെല്ലാം നിങ്ങൾ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെയൊക്കെ വരിക, ഈ ഒരു ബേസ് ക്യാമ്പൊക്കെ ട്രക്ക് ചെയ്യുക. പറ്റിയാൽ ഗോക്യോ ലേക്സ് വഴി പോവുക. അല്ലാതെ നേരെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകാതെ ഗോക്യോ ലേക്സ് വഴി പോവുക. ഒരു 3 ദിവസം എക്സ്ട്രാ ഉണ്ട്, അതൊന്നും പ്രശ്നമാക്കണ്ട. അക്ലമൈറ്റൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സിൽ നമുക്ക് ചിലപ്പോൾ തലവേദനയും പിന്നെന്താണ് ഛർദിയും അതൊക്കെ വരും. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒന്നും സംഭവിച്ചില്ല. സോ ഫാർ സോ ഗുഡ്, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ബൈ.